വിശദമായ വാർത്തകളിലേക്ക്. ഗവർണറെ പുറത്താക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്ന് കേന്ദ്രത്തോട് കേരളത്തിന്റെ ശുപാർശ. പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിനുള്ള മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. ഭരണഘടനാ ലംഘനം, ചാൻസലർ പദവിയിൽ വീഴ്ച, ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളിൽ വീഴ്ച എന്നിവയുണ്ടായാൽ ഗവർണറെ പുറത്താക്കണമെന്ന് ശുപാർശയിലുണ്ട്. നിയമ സെക്രട്ടറിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ഗവർണറെ പുറത്താക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണം. ഏത് സാഹചര്യത്തിലാണ് കേരള സർക്കാർ ഇത്തരമൊരു ശുപാർശ നൽകിയിരിക്കുന്നത്? ഇപ്പോഴത്തെ വിവാദങ്ങളുമായി ഈ ശുപാർശയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഗോപിക, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ച റിട്ടയർഡ് ജസ്റ്റിസ് മദൻ മോഹൻ പൂഞ്ചി റിപ്പോർട്ടിലാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയത്. സംസ്ഥാനം പല ഘട്ടങ്ങളിലായി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം മുതൽ പല ഘട്ടങ്ങളിലായി ഇതിനുള്ള മറുപടി നൽകി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിയമ സെക്രട്ടറി നൽകിയ ഒരു ശുപാർശ തയ്യാറാക്കി. അതിലാണ് ഇത്തരമൊരു നിർദ്ദേശമുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഭേദഗതികളോടെ അംഗീകരിച്ചു. അതിൽ പ്രധാനമായും പറയുന്നത് ചാൻസലർ പദവിയിൽ ഭരണഘടനാ ലംഘനം, അതിനു പുറമെ ചാൻസലർ പദവിയിൽ വീഴ്ച, ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളിലെ വീഴ്ച എന്നിവ ഗവർണറുടെ ഭാഗത്തുണ്ടായാൽ ഗവർണറെ പുറത്താക്കാൻ സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരം നൽകണം. അതൊരു പ്രമേയത്തിലൂടെ ഗവർണറെ പുറത്താക്കാനും തിരിച്ചുവിളിക്കാൻ നിർദ്ദേശിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്ക് നൽകണം. ഇതാണ് ഈ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ. ഈ ഭേദഗതി ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം നിയമസഭയുടെ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വളരെ പ്രസക്തവുമാണ്. കാരണം ഗവർണർ സംസ്ഥാനത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നു, കൈകടത്തുന്നുവെന്ന ആരോപണം ശക്തമാണ്. ഏറ്റവും ഒടുവിൽ നയപ്രഖ്യാപന പ്രസംഗത്തിലും അതിന് ശേഷം ഇപ്പോഴത്തെ വിവാദത്തിലുമൊക്കെ ഈ കാര്യത്തിൽ വളരെ പ്രസക്തമായ വിഷയമാണിത്. പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനത്തിലും ഗവർണർ അമിതമായി കൈകടത്തുന്നു, അതും സർക്കാരിൻ്റെ അധികാരത്തെ കൈകടത്തുന്ന ശ്രമമെന്ന ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ശുപാർശ വളരെ നിർണായകമാണ്. അത് മറ്റു ചില ശുപാർശകളും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. മറ്റു ഭരണഘടനാ ചുമതലകളുള്ളതിനാൽ ഗവർണറെ ചാൻസലർ പദവിയിലിരുത്തേണ്ട കാര്യമില്ല. ഭരണഘടനാപരമായ അധികാരങ്ങൾ മാത്രം ഗവർണർക്ക് നൽകിയാലും മതി, സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ നൽകരുത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട ശുപാർശ. ക്രമസമാധാന പ്രശ്നമുണ്ടാകുമ്പോൾ കേന്ദ്ര സേനയെ വിന്യസിക്കാൻ കൂടിയാലോചനകൾ വേണം. സംസ്ഥാനവുമായി കൂടിയാലോചിച്ച് വിന്യസിക്കാവൂ. അതിനൊപ്പം തന്നെ ഗവർണർ നിയമിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ കൂടി അഭിപ്രായം തേടണം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും സർക്കാർ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ചില ശുപാർശകളാണ് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. ഏതായാലും നിയമസഭാ സെക്രട്ടറിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. വി അരുൺ സൂചിപ്പിച്ചതുപോലെ ഗവർണർ സർക്കാർ തർക്കം വളരെ രൂക്ഷമായി നടക്കുകയാണ്. ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നു. ദൈനംദിനം തന്നെ മാധ്യമങ്ങളുടെ അടക്കം ഗവർണർ പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ശുപാർശയിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവർണറെ തിരിച്ചുവിളിക്കാനുള്ള അധികാരം നൽകണമെന്നുള്ളതാണ്. തിരിച്ചുവിളിക്കാനുള്ള അധികാരം നിയമസഭയ്ക്ക് നൽകണം. പ്രമേയത്തിലൂടെ ഗവർണറെ പുറത്താക്കാനും തിരിച്ചുവിളിക്കാനുമുള്ള ശുപാർശ നൽകാനുള്ള അധികാരം നിയമസഭയ്ക്ക് നൽകണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഗവർണറുടെ നിയമനം പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ അധികാരത്തിലും അവരുടെ അധികാരത്തിലിരിക്കുന്ന കാര്യമാണ്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾ ആരായാലും അവരുടെ താല്പര്യമുള്ളവരെ സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർമാരായി അയക്കുന്നു. ഇപ്പോൾ തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപമാണ് സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഉയർത്തുന്നത്. BJPയുടെ നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു, സർക്കാരിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു. ഈ ആരോപണമാണ് സംസ്ഥാനത്തെ സർക്കാരിനും അതിനപ്പുറം പ്രതിപക്ഷത്തിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണർ നിയമനത്തിലടക്കം സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക റോൾ നൽകണം, പ്രധാനപ്പെട്ട റോൾ നൽകണമെന്നാണ് ആവശ്യം. ഈ കാര്യങ്ങളാണ് ഈ പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിനുള്ള മറുപടിയായി ശുപാർശയായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. ഗോപിക, ഏതായാലും ഗവർണറെ പുറത്താക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്ന് കേന്ദ്രത്തോട് കേരളത്തിന്റെ ശുപാർശ. പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം ഉള്ളത്. ഭരണഘടനാ ലംഘനം, ചാൻസലർ പദവിയിൽ വീഴ്ച, ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളിൽ വീഴ്ച എന്നിവയുണ്ടായാൽ ഗവർണറെ പുറത്താക്കണമെന്ന് ശുപാർശയിൽ ഉണ്ട്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
മറ്റൊരു വാർത്തയിലേക്ക്. പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെ സർക്കാർ സമ്മർദ്ദത്തിൽ. പേഴ്സണൽ സ്റ്റാഫിന്റെ വിവരങ്ങൾ അടങ്ങിയ ഫയൽ ഹാജരാക്കാനാണ് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണറുടെ നീക്കത്തിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും അമർഷമുണ്ട്. അതിനിടെ മുനിസിപ്പൽ ചെയർമാൻമാർക്കും കരാർ അടിസ്ഥാനത്തിൽ PAമാരെ നിയമിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറങ്ങി. Yes, I feel this goes against every norm of propriety, decency and constitution. And it is like looting the money of Kerala. സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ലക്ഷ്യമിട്ടാണ് ഗവർണറുടെ നീക്കം. കേരളം പോലെ ശുഷ്കിച്ച ഖജനാവുള്ള സംസ്ഥാനത്ത് പേഴ്സണൽ സ്റ്റാഫുകളുടെ പേരിലുള്ള ദുർവ്യയം അനുവദിക്കാനാകില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. ചീഫ് സെക്രട്ടറിയുടെ മറുപടി ലഭിച്ച ശേഷമാകും ഗവർണറുടെ തുടർ നീക്കം. നയപ്രഖ്യാപന വിവാദത്തിലെന്ന പോലെ ഇതിലും CPM മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ CPI കടുത്ത നിലപാടിലാണ്. ഗവർണറുടെ ഇടപെടൽ ഭരണമുന്നണിയെ മാത്രമല്ല പ്രതിപക്ഷത്തെയും അസ്വസ്ഥമാക്കുന്നു. ഒരു ഗവർണർക്ക് എന്തുമാത്രം തരം താഴാം എന്നുള്ളതിൻ്റെ ഉദാഹരണമായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറി. പക്ഷെ അദ്ദേഹത്തിനെ അങ്ങനെ മാറ്റിയതിൽ ഒരു പങ്ക് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമുണ്ട്. പക്ഷെ ഈ ഗവർണർ ഈ രീതിയിൽ തുറന്നു വിട്ടാൽ ഒരു പൂർണ്ണ RSSകാരന് കൊടപിടിച്ച മുഖ്യമന്ത്രി എന്നുള്ള ദുഷ്പേര് അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരും. ദൈനംദിന ഭരണനിർവഹണത്തിൽ ഗവർണർ കൈകടത്തുന്നുവെന്ന വിലയിരുത്തലും ശക്തമാണ്. ഇതിനെ ശക്തമായി പ്രതിരോധിക്കാനാണ് ഇരു മുന്നണികളുടെയും തീരുമാനം. പേഴ്സണൽ സ്റ്റാഫ് വിവാദം കത്തുനിൽക്കുന്നതിനിടെയാണ് മുനിസിപ്പൽ ചെയർമാൻമാർക്കും നഗരസഭയ്ക്ക് പുറത്തുനിന്ന് PAമാരെ നിയമിക്കാനുള്ള സർക്കാർ അനുമതി. നിലവിൽ നഗരസഭാ ഉദ്യോഗസ്ഥരെയാണ് PAമാരായി നൽകുന്നത്. ഇതിനു പകരം ദിവസവേതനത്തിനോ കരാർ അടിസ്ഥാനത്തിലോ പുറത്തുനിന്നുള്ളവരെ നിയമിക്കാൻ അനുമതി തേടിയത് മുനിസിപ്പൽ ചെയർമാൻമാരുടെ കൂട്ടായ്മയാണ്. ഇതും രാഷ്ട്രീയ നിയമനങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണർക്ക് ശക്തമായ പിന്തുണയെന്ന് സുരേഷ് ഗോപി MP. സർക്കാരും പ്രതിപക്ഷവും മുൻപില്ലാത്ത വിധം ഭരണഘടനാ സ്ഥാപനത്തെ അപമാനിക്കുന്നു. ഇത് ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി കൊച്ചിയിൽ പറഞ്ഞു. ശക്തമായ പിന്തുണയാണ് ഗവർണർക്ക്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മൾ അതിനകത്ത് കുറച്ച് പക്വതയും മര്യാദയൊക്കെ കാണിക്കണം. തർക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ആരുമായിട്ടാണ്, എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, അതിനെ രാഷ്ട്രീയപരമായിട്ടല്ലാതെ ഒരു നേർക്കണ്ണോടുകൂടി കാണണം, കണ്ട് മനസ്സിലാക്കണം. രണ്ടുപേരും കൂടി ഇങ്ങനെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഞാൻ പിന്തുണയ്ക്കുന്നു, ഗവർണറെ ശക്തമായി പിന്തുണയ്ക്കുന്നു. ശിവശങ്കറിനെതിരെ വീണ്ടും സ്വപ്ന. ബുക്കെഴുതി തകർക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തതിനാൽ മറ്റു വഴികളിലൂടെ തന്നെ തകർക്കാൻ ശിവശങ്കർ ശ്രമിക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ്. ഇപ്പോൾ ലഭിച്ച ജോലി ഇല്ലാതാക്കാനാണ് നീക്കം. തനിക്ക് ജോലി ലഭിച്ചതിൽ CPMനോ BJPക്കോ പങ്കില്ല എന്നും മുരളീധരനുമായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ന്യൂസ് 18നോടായിരുന്നു സ്വപ്നയുടെ പ്രതികരണം. പാലക്കാട്ടെ NGOയിൽ ജോലി ലഭിച്ചതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിലാണ് സ്വപ്നയുടെ പ്രതികരണം. ഇപ്പോൾ ലഭിച്ച ജോലി ഇല്ലാതാക്കാനാണ് നീക്കം. ഇതിന് പിന്നിൽ ശിവശങ്കറാണ്. ജോലി ലഭിച്ചതിൽ CPMനോ BJPക്കോ പങ്കില്ല. I don't care ശിവശങ്കർ സാർ എവിടെ ജോലി ചെയ്യുന്നു, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. I don't really care, but it matters to them. എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ നിയമനത്തിനെ ഉപദ്രവിക്കാൻ നോക്കുന്നു, എന്നെ ഇവിടെ നിന്ന് പൂർണ്ണമായി നശിപ്പിച്ച് കളയാൻ നോക്കുന്നു. ബിക്കോസ് എൻ്റെ ഓഫർ ലെറ്ററിൽ RSS BJP അങ്ങനത്തെ ഒരു കാര്യങ്ങളും അത് മെൻഷൻ ചെയ്തിട്ടില്ല. ആത്മഹത്യ വക്കിൽ നിന്ന ഞാനാണ്. ആദ്യം നിങ്ങളെ ചാനലിനോടാണ് ഞാനത് തുറന്നു പറഞ്ഞതില്ലേ. അന്നേരം ഈ CPIയോ SFIയോ അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ കണ്ടായിരുന്നോ? CPM വാട്ട് എവർ, I don't even know that. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കണ്ടായിരുന്ന? പ്രതികരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ജോലി കിട്ടി. അതിന് എന്തൊക്കെ ഫേസസ് ആണ് കൊടുക്കുന്ന മനുഷ്യർ. ദി ഓഫർ ലെറ്റർ സെസ് ദാറ്റ് HRDS India has given me an offer or an employment. അടുത്ത സുഹൃത്തായ അനിൽ വഴിയാണ് ജോലി ലഭിച്ചത്. മുരളീധരനുമായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. Not even once. I have not communicated with him. There was no requirement because ആള് ഡൽഹിയിലാണെന്നാണ് എൻ്റെ അറിവ്. നമുക്ക് അങ്ങനെ എനിക്ക് ആളെ അറിയത്തേയില്ല. ഒരു പ്രാവശ്യം പോലും നമ്മൾ തമ്മിൽ സംസാരിക്കുകയോ അങ്ങനെ ഒരു കോൺസുലേറ്റിൻ്റെ ആവശ്യത്തിന് we never got in touch. അങ്ങനത്തെ ഒരു രീതിയിലും ഒരു ബന്ധവും എനിക്ക് ആ വ്യക്തിയെ എനിക്കറിയില്ല.
HRDS നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്നാണ് വിശ്വാസം. വിദേശ ഫണ്ട് സ്വരൂപിച്ചു കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. വനിതാ ശാക്തീകരണത്തിനുള്ള ചുമതലയാണ് നൽകിയത്. CSR ഫണ്ട് സ്വരൂപിക്കാൻ ആവശ്യപ്പെട്ടാൽ ആ സമയത്ത് തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യും. സ്വപ്ന സുരേഷ് ചോദിച്ച ഒരു പെപ്സി പോലും ആരും വാങ്ങിച്ചു തരത്തില്ല ഇപ്പോൾ. പിന്നെയാണോ ഫണ്ട്സിനെ കുറിച്ച്, അതും ഇന്റർനാഷണൽ ലെവലിൽ പാസ്പോർട്ട് പോലും പിടിച്ചു വെച്ചിരിക്കുക. ഹെൽപ്പ് ദ കമ്മ്യൂണിറ്റി, ഹെൽപ്പ് ദ കോമൺ പീപ്പിൾ, ദ സഫറിംഗ് ക്ലാസ്സസ്. Then definitely if somebody says, okay Swapna, we are ready to fund, then I will definitely connect them with the higher authorities. But adallade ippo it is impossible. പുതിയ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതുവരെയില്ല. നഷ്ടപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും സ്വപ്ന. ആദ്യം ബുക്ക് ഒരു ടൂളായിരുന്നു എന്നെ നശിപ്പിക്കാൻ. അതിനെ ഞാൻ പൊട്ടിച്ചപ്പോൾ ജോലിയിൽ കയറിയപ്പോഴത്തേക്കും എന്നെ പൂർണ്ണമായി ഈ ലോകത്തുനിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് എൻ്റെ ജോലി നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ കിട്ടിയ ജോലി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ എനിക്ക് ജോലി തരുമോ? VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കൊടുങ്ങല്ലൂർ ഉഴുവത്ത് കടവിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാടാമ്പറപ്പത്ത് ഉബൈദിന്റെ മകൻ ആഷിഖ്, അബീറ, ഇവരുടെ മക്കളായ അസ്ഹറ, ഫാത്തിമ, അനയുനിസ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. സുവി വിശ്വനാഥൻ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, എന്താണ് സംഭവിച്ചത്? ഗോപിക, ഇന്ന് രാവിലെയാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഷിഖ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവധി ദിവസമായതിനാൽ ആഷിഖും കുടുംബവും ഇവർ ഈ 4 പേരും വീടിന്റെ മുകളിലെ നിലയിലാണ് താമസം. അവർ അവധി ദിവസങ്ങളിൽ വൈകിട്ട് മാത്രമേ എഴുന്നേറ്റ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ 9:30 മണിയായിട്ടും ഇവർ എഴുന്നേറ്റ് വരാത്തതിനെ തുടർന്ന് താഴെ ആഷിഖിന്റെ ഉമ്മ, അവർ വൃക്ക രോഗിയാണ്. ഉമ്മയെ നോക്കുന്നത് ചെറിയ പെങ്ങളാണ്, അവരും ഉണ്ടായിരുന്നു. അവർ അന്വേഷിച്ച് മുകളിലേക്ക് പോവുകയായിരുന്നു. തുടർന്നാണ് ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആഷിഖിന്റെ സഹോദരൻ ഉൾപ്പെടെ അവിടേക്ക് എത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. ഏതായാലും ആത്മഹത്യാക്കുറിപ്പ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും 2 മക്കളും, പെൺമക്കളാണ്, 2 പെൺമക്കളുമാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ആഷിഖ് കുറെ നാളുകളായി വർക്ക് അറ്റ് ഹോം ആയി വീട്ടിൽ തന്നെയാണ്. ഇതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഇന്ന് രാവിലെയാണ് ശരി, കൊടുങ്ങല്ലൂർ ഉഴുവത്ത് കടവിലാണ് ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. PK കുഞ്ഞാലിക്കുട്ടിയും KT ജലീലും തമ്മിലെ രഹസ്യ ചർച്ച CPM അറിവോടെ. കുഞ്ഞാലിക്കുട്ടി ആദ്യം പരാതിയുമായി ചെന്നപ്പോൾ ജലീലിനെ കാണാനായിരുന്നു CPMന്റെ നിർദ്ദേശം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജലീലിനെതിരെ യൂത്ത് ലീഗ് ഉയർത്തിയ പ്രതിഷേധം തന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നില്ല എന്നും KM ഷാജിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ പാർട്ടി ഇടപെടില്ല എന്നും കുഞ്ഞാലിക്കുട്ടി ജലീലിന് ഉറപ്പു നൽകി. AR നഗർ ബാങ്കിലെ കള്ളപ്പണ നിക്ഷേപത്തെക്കുറിച്ച് KT ജലീൽ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആദ്യം സമീപിക്കുന്നത് CPM നേതൃത്വത്തെയാണ്. AR നഗർ കേസിൽ പാർട്ടിക്ക് താൽപര്യമില്ലെന്നും CPM അറിവോടെയല്ല KT ജലീലിന്റെ നീക്കങ്ങളെന്നും നേതൃത്വം കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചു. KT ജലീലിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും നിർദ്ദേശിച്ചു. ചർച്ചയ്ക്ക് കുഞ്ഞാലിക്കുട്ടി പലതവണ ശ്രമിച്ചെങ്കിലും ജലീൽ വഴങ്ങിയില്ല. ഒടുവിൽ ജലീലുമായി അടുത്ത ബന്ധമുള്ള വ്യവസായിയെ സ്വാധീനിച്ചതോടെയാണ് ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത്. AR നഗർ ബാങ്ക് ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് കുഞ്ഞാലിക്കുട്ടി അഭ്യർത്ഥിച്ചപ്പോൾ ജലീൽ ചില ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ബന്ധുനിയമന വിവാദത്തിലും തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും യൂത്ത് ലീഗ് നടത്തിയ പ്രക്ഷോഭം തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നില്ലേ എന്നായിരുന്നു ജലീലിന്റെ ചോദ്യം. ആ സമരങ്ങളൊന്നും തന്റെ നിർദ്ദേശപ്രകാരമല്ലായിരുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടി ജലീലിനെ അറിയിച്ചു. ജലീലിനെയും CPMനെയും പ്രകോപിപ്പിച്ച് KM ഷാജിക്ക് കുരുക്കിടുകയായിരുന്നു ഫിറോസിന്റെ ലക്ഷ്യം. ബിനീഷ് കോടിയേരിക്കെതിരെ PK ഫിറോസ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ താൻ ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത്. KM ഷാജിക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിനുണ്ടാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി ജലീലിനോട് പറഞ്ഞു. യൂത്ത് ലീഗും പാർട്ടിയും അഭിമാനത്തോടെ പറയുന്ന സമരങ്ങളെ ഒരർത്ഥത്തിൽ തള്ളിപ്പറയുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. വെടിനിർത്തൽ AR നഗർ ബാങ്ക് വിഷയത്തിൽ മാത്രമാണോ, അതല്ല ചർച്ചയ്ക്ക് മറ്റ് രാഷ്ട്രീയ മാനങ്ങളുണ്ടോ എന്നതൊക്കെ ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. കാസർഗോഡ് BJPയിൽ പരസ്യ കലാപം. കുമ്പള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPM BJP കൂട്ടുകെട്ട് എന്നാരോപിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തകർ താഴിട്ടുപൂട്ടി. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നേരിട്ടെത്തി ചർച്ചകൾ നടത്തണമെന്നാണ് ആവശ്യം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നിട്ട് 15 മാസം പിന്നിടുമ്പോഴാണ് ബിജെപിക്ക് സംസ്ഥാനത്ത് ശക്തമായ സാന്നിധ്യമുള്ള കാസർഗോഡ് ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യം പരസ്യ കലാപത്തിലേക്ക് എത്തിയത്. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് മേഖലകളിലെ നൂറുകണക്കിന് പ്രവർത്തകർ പാർട്ടി ഓഫീസ് ഉപരോധിച്ചു. മുദ്രാവാക്യം വിളികളുമായി ഒത്തുകൂടിയ പ്രവർത്തകർ സംസ്ഥാന നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കി. 3 മാസത്തോളമായ കുമ്പളയിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത സംസ്ഥാന നേതൃത്വം മാപ്പ് പറയണം. നേതാക്കൾ തെറ്റായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ പാർട്ടി പ്രവർത്തകർ അറിയാം എന്ന് കാണിച്ചു കൊടുത്തേക്കാണ് ഇന്നത്തെ സംഭവം. ഇതുകൊണ്ട് നിർത്തുന്നില്ല. അടുത്തതായി ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ രാജിവെക്കണം. അവർ സ്വയം രാജിവെച്ചില്ല എങ്കിൽ വ്യാഴാഴ്ച വരെയാണ് അവർക്ക് സമയം. അതിനുശേഷം നമ്മൾ അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും. CPM പിന്തുണയോടെ ജയിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ രാജിവെക്കുക, അവിശുദ്ധ കൂട്ടുകെട്ടിന് കൂട്ടുനിന്ന BJP സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള 3 നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക എന്നതാണ് ഇവരുടെ ആവശ്യം. നമ്മുടെ പ്രസിഡന്റ് അന്ന് മത്സരിച്ചിരുന്നു ഇവിടെ മഞ്ചേശ്വരത്ത്. അദ്ദേഹം പറഞ്ഞു ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന്. പക്ഷെ 1 വർഷവും 3 മാസമായിട്ടും അദ്ദേഹം ഈ ബലിദാനികളുടെ കുടുംബങ്ങൾ സന്ദർശിക്കുകയോ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വ്യാഴാഴ്ച വരെ സമയം അനുവദിച്ചാണ് ഉപരോധം അവസാനിപ്പിച്ചത്. തീരുമാനമായില്ല എങ്കിൽ ബൂത്ത് തലങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം കിഴക്കമ്പലത്തെ ദീപുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് 2020. പോലീസിന്റെ അന്വേഷണത്തിൽ നീതി ലഭിക്കില്ല എന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ് പറഞ്ഞു. മകനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്നും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു മർദ്ദനമെന്നും ദീപുവിന്റെ അച്ഛൻ കുഞ്ഞാറു മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് സംസ്കാര ചടങ്ങ് നടത്തിയതിന് സാബു M. ജേക്കബ് ഉൾപ്പെടെ 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ദീപുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാണ് 2020യുടെ ആരോപണം. മരണകാരണം കരൾ രോഗമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതായും 2020 ആരോപിച്ചു. കൊലപാതകത്തിന് പിന്നിൽ കുന്നത്തുനാട് MLA PV ശ്രീനിജനാണ്. അതിനാൽ പോലീസ് അന്വേഷണത്തിൽ സത്യം പുറത്തുവരില്ല എന്നാണ് 2020യുടെ നിലപാട്. അപ്പോൾ പോലീസിനെ വെച്ച് കേസുകൾ എടുത്ത് അടിച്ചമർത്തി, ഒരു ജനതയെ അടിച്ചമർത്തി, അവർക്കെതിരായിട്ട് ശബ്ദിക്കുന്നവരെ, പ്രതികരിക്കുന്നവരെ, അവരെ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തി അവരെ ഇല്ലാതെയാക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസികൾ CBI പോലെയുള്ള, ഇപ്പോൾ MLA പറയുന്നു MLAയുടെ കൈകൾ ശുദ്ധമാണ് എന്ന്. അദ്ദേഹം തന്നെ എഴുതി കൊടുക്കട്ടെ, ഇത് CBIക്ക് വിടാൻ പറഞ്ഞു. ദീപുവിൻ്റേത് കൊലപാതകമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. മകനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്നും മർദ്ദിച്ചവർ മകനെ കൊല്ലുമെന്ന് പറയുന്നത് താൻ കേട്ടുവെന്നും അച്ഛൻ കുഞ്ഞാറു പറഞ്ഞു. ദീപുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അനുവദിച്ചില്ല. എല്ലാവരുടെ അടുക്കൽ മതിലിൽ ചാരി നിർത്തിയിട്ട് ഇതിനെ കൊല്ലുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഞാൻ പോയി ചെല്ലണം. ചെന്ന് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും അവർ മെമ്പറെ വിളിച്ചു. മെമ്പറും വന്നു കഴിഞ്ഞപ്പോൾ മെമ്പറോട് അവർ തട്ടിക്കയറാണ്. ഞാൻ വേഗം എൻ്റെ മോനെ വലിച്ചുകൊണ്ട് പോന്നു. മാറ്റി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്ന് രണ്ടാമത് അപ്പം മോൻ എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞ് രണ്ടാമത് അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനായിട്ട് ചെന്നു. അപ്പം പറഞ്ഞ നിന്നെ ഞങ്ങൾ കൊന്നിരിക്കും. ഇതിനിടെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ ദീപുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസിന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയതെന്ന് സാബു M. ജേക്കബ് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരും ദീപുവിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് പരിഹാരമാകുന്നില്ല. അന്തേവാസി കൊല്ലപ്പെട്ട 5-ാം വാർഡിൽ നിന്ന് ഇന്നും 17കാരി ചാടിപ്പോയി. ഓടുപൊളിച്ചായിരുന്നു പെൺകുട്ടി രക്ഷപ്പെട്ടത്. ഒരാഴ്ചക്കിടെ 4ാമത്തെ അന്തേവാസിയാണ് കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോകുന്നത്. സിറോ മലബാർ സഭാ കുർബാന ഏകീകരണത്തിൽ എതിർത്തും അനുകൂലിച്ചും വിശ്വാസികളുടെ പ്രതിഷേധം തുടരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിന് മുന്നിലാണ് ഇരുവിഭാഗം വിശ്വാസികളും പ്രതിഷേധവുമായി എത്തിയത്. പരസ്പര ആരോപണങ്ങളുമായി ഇരുപക്ഷവും കയർത്തപ്പോൾ പോലീസിന് ഇടപെടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും ഉത്തർപ്രദേശിലും ഭേദപ്പെട്ട പോളിംഗ്. ഉച്ചയ്ക്ക് 1 മണി വരെ പഞ്ചാബിൽ 27,777, യു പിയിൽ
32.18% വോട്ട് രേഖപ്പെടുത്തി. പഞ്ചാബിൽ 27.7% വോട്ട് രേഖപ്പെടുത്തിയത്. പഞ്ചാബിൽ 117 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി പൂർത്തിയാക്കും. യുപിയിലെ 59 മണ്ഡലങ്ങളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് തുടരുന്നത്.